ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റിൻ്റെയും സെറ്റിൻ്റെയും ജനറൽ പേപ്പറിൽ നിന്ന് വരാവുന്ന സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെൻ്റൽ അബിലിറ്റി ടു അറേഞ്ച് തിങ്സ് ഇൻ ഓർഡർ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: എ കൺസർവേഷൻ, ബി സീരിയേഷൻ, സി അക്കോമഡേഷൻ ആൻഡ് ഡി റിവേഴ്സിബിലിറ്റി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, സീരിയേഷൻ. The mental ability to arrange things in order is known as seriation. Second question, a specific learning disability that affects reading can be called. Options: A. Dysgraphia, B. Dyslexia, C. Dyscalculia and D. Dyspraxia. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് എഫക്ട് റീഡിംഗ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ. ഓപ്ഷൻസ്: എ ഡാനിയൽ ഗോൾമാൻ, ബി സ്പിയർമാൻ, സി ഗാർഡ്നർ ആൻഡ് ഡി ഗിൽഫോർഡ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡാനിയൽ ഗോൾമാൻ. ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ Goleman. Fourth question, the ability to think about thinking is known as. Options: A. Cognitive thinking, B. Metacognitive thinking, C. Abstract thinking and D. Critical thinking. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്. The ability to think about thinking is known as metacognitive thinking. Fifth question, who put forth the idea of language acquisition device? Option: A. Noam Chomsky, B. Piaget, C. Freud and D. Erikson. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് നോം ചോംസ്കി ആണ്, ഓപ്ഷൻ എ നോം ചോംസ്കി. നോം ചോംസ്കി ആണ് ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ LAD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുള്ള ആള്. Sixth question, which stage of creativity is called the stage of inaction? Options: A. Preparation, B. Incubation, C. Illumination and D. Verification. ഇതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇൻക്യുബേഷൻ. കൊടുത്തിരിക്കുന്ന നാലും സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി തന്നെയാണ്. സ്റ്റേജ് ഓഫ് ഇനാക്ഷൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻക്യുബേഷൻ. Seventh question, the theory of multiple intelligence was proposed by. Options: a.Charles Spearman, B. Thorndike, C. Guilford and D. Howard Gardner. Correct answer option D ആണ്, Howard Gardner. The theory of multiple intelligence was proposed by Howard Gardner. Eighth question, client-centered therapy was introduced by. Options: a.Allport, B. Ktet, C. Eysenck and D. Carl Rogers. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാൾ റോജേഴ്സ്. ക്ലയൻറ്റ്-സെൻറ്റേർഡ് തെറാപ്പി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ റോജേഴ്സ്. Ninth question, in which year KCF was formed? Options: A. 2002, B. 2003, C. 2005, D. 2006 and E. 2007. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 2007 ആണ്. 10th question, which is not a characteristic of creativity? Options: A. Fluency, B. Flexibility, C. Originality and D. Objectivity. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാണ്. ഇതിൽ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഒബ്ജക്റ്റിവിറ്റി ആണ്. ഒബ്ജക്റ്റിവിറ്റി ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി. 11th question, who developed the two-factor theory of intelligence? Options: A. Charles Spearman, B. Thorndike, C. Guilford and D. Gardner. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്പിയർമാൻ. സ്പിയർമാൻ ഡെവലപ്ഡ് ദ two-factor theory of intelligence. 12th question, adjustment mechanism in which individual tries to defend himself by blaming others for his own fault is known as. Options: A. Projection, B. Repression, C. Aggression
and d.Sublimation. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൊജക്ഷൻ. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഇൻ വിച്ച് individual tries to defend himself by blaming others for his own fault is known as projection. 13th question. According to Freud, what is known as the executive of personality? Options A. It, B. Ego, C. Superego and D. Schema. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഗോ. ഈഗോ ഈസ് നോൺ ആസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ പേഴ്സണാലിറ്റി. 14th question. National Curriculum Framework was proposed by options A. NCTE, B. MHRD, C. UGC and D. NCERT. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, NCERT. National Curriculum Framework was proposed by NCERT. 15th question. The structure of intellect model was given by options a.Guilford, b. Gardner, c. Thorndike and d. Goleman. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗിൽഫോർഡ്. The structure of intellect model was given by Guilford. 16th question. Who among the following is associated with the hierarchy of learning? Options A. Gardner, B. Freud, C. a.Allport and D. Brunner. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗാഗ്നെ. ഗാഗ്നെ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. 17th question. Who proposed the concept of fully functioning personality? Options A. Erikson, B. Freud, C. Ktet and D. Carl Rogers. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാൾ റോജേഴ്സ്. 18th question. The term need for achievement is coined by options A. Henry Murray, B. Osubel, C. Ktet and D. Carl Rogers. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹെൻറി മ്യൂറേ. The term need for achievement is coined by Henry Murray. 19th question. The trait approach to personality was contributed by options A. a.Allport, B. Ktet, C. Erikson and D. Freud. Correct answer option A ആണ്, a.Allport. The trait approach to personality was contributed by a.Allport. 20th question. According to Erik Erikson, the psychosocial development stage of adolescent is related to options A. Trust versus mistrust, B. Industry versus inferiority, C. Identity versus role confusion and D. Generativity versus stagnation. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. According to Erik Erikson, the psychosocial development stage of adolescent is related to identity versus role confusion.